തോമസ് മാഷിന്റെ അടഞ്ഞ വാതിലിൽ എന്ന മിനിക്കഥയ്ക്ക് ശബ്ദവുമായി ഫെബിൻ പിരിങ്ങാല. ഇന്നു മുതൽ ഞാൻ ഹാളിൽ കിടക്കും. നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ ഒറ്റയ്ക്ക് കിടന്നോളണം. രേഖയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ശരി, അതാണ് നല്ലത്. എനിക്ക് കൂടി സമാധാനം വേണം. അനീഷ് ലാപ്ടോപ്പ് അടയ്ക്കാതെ തന്നെ മറുപടി നൽകി. സമാധാനം വേണ്ടല്ലേ? രാത്രി മുഴുവൻ മൊബൈലും ലാപ്ടോപ്പും നോക്കിയിരിക്കുമ്പോൾ എന്നെ കാണാൻ പോലും സമയമില്ലല്ലോ. രേഖ കിടക്കയിൽ കിടന്ന അവളുടെ തലയിണയും പുതപ്പും എടുത്ത് പിടിച്ചുകൊണ്ട് പരിഭവിച്ചു. നാടകം വേണ്ട രേഖ, എനിക്ക് പിടിപ്പത് ജോലിയുണ്ട്. ജോലി ഉണ്ടാകാം, പക്ഷെ ഭാര്യ ഇല്ലെന്നാണോ? ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല. ഞാനെന്താ ഒരു ബൊമ്മയോ? അത്രയും പറഞ്ഞ് രേഖ തലയിണ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടക്കാൻ തിരിഞ്ഞു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ടക്ക്! വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് തുറക്കുന്നില്ല. വീണ്ടും ശക്തിയായി വലിച്ചു. വാതിലിന് കള്ളപ്പൂട്ട് വീണിരിക്കുന്നു. അനീഷെ, വാതിൽ തുറക്കുന്നില്ല. രേഖ അറിയാതെ പറഞ്ഞുപോയി. അനീഷ് എഴുന്നേറ്റ് ചെന്ന് ഹാൻഡിൽ തിരിച്ചു. പക്ഷെ വാതിൽ തുറന്നില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ താക്കോലിട്ട് അകത്ത് നിന്നും പൂട്ടരുതെന്ന്. ലോക്ക് ജാമായി എന്ന് തോന്നുന്നു. രേഖയുടെ മുഖത്ത് അസഹിഷ്ണുത നിഴലിച്ചു. അടിപൊളി, വഴക്കിട്ട് പുറത്തേക്ക് പോകാനും പറ്റില്ലല്ലോ. അനീഷ് ഒന്ന് ചിരിച്ചു. അതെ, ഭർത്താവ് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്നപ്പോൾ കോടതി അടഞ്ഞതുപോലെ ആയല്ലോ ഇപ്പോൾ. രേഖ മുഖം തിരിച്ചു നിന്നു. ഗൗരവം ഭാവിച്ചു. ചില നിമിഷങ്ങൾക്ക് ശേഷം ഫോൺ എടുത്ത് മെക്കാനിക്കിനെ വിളിക്കാൻ അനീഷ് ശ്രമിച്ചു. സിഗ്നൽ ഇല്ല, നെറ്റും പോയി. അവൻ പറഞ്ഞു. 10-15 മിനിറ്റോളം ഇരുവരും ഒന്നും പറയാതെ കിടക്കയുടെ 2 വശങ്ങളിൽ ഇരുന്നു. നിങ്ങൾക്ക് ഇത് തന്നെ വരണം. ഇനി എങ്ങനെ പണി ചെയ്യും? കുറച്ചു നേരം ആരും ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ അനീഷ് സ്വരം താഴ്ത്തി ചോദിച്ചു, ചായ വേണോ? രേഖ മുഖം ഉയർത്തി നോക്കി. നിങ്ങൾ ഉണ്ടാക്കുവോ? മുറി കള്ളപ്പോട്ട് വീണു പോയില്ലേ? ഓർഡർ ചെയ്യാനും പറ്റില്ല. അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിളർന്നു. കുറച്ചു കഴിഞ്ഞ് ഇരുവരും ഒരേ കപ്പിൽ ചായ പങ്കിട്ടു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അനീഷ് ചോദിച്ചു, ഹാളിൽ കിടക്കാൻ പോകുന്നില്ലേ? രേഖ വാതിലിലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം വിട്ടു. എന്നിട്ട് പറഞ്ഞു, വാതിൽ തുറന്നിട്ടില്ലല്ലോ. അനീഷ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ അവൾ പതുക്കെ പറഞ്ഞു, ഒരു പക്ഷേ ചില വാതിലുകൾ പൂട്ടിപ്പോയാലാണ് മറ്റു ചിലത് തുറക്കുന്നത്. അനീഷ് രേഖയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരവലയത്തിനുള്ളിലാക്കി. മാഷക്കൊള്ളാട്ടോ, വളരെ മനോഹരമായ രസകരമായ രീതിയിൽ നല്ലൊരു മിനിക്കഥ മാഷ് പറഞ്ഞു. സൂപ്പർ, അടിപൊളി.